കേരളത്തെ പോലെ തന്നെ പ്രളയം ബാധിച്ച സംസ്ഥാനമായിരുന്നു കർണാടക. പ്രളയത്തെ ഒറ്റക്കെട്ടായി അതിജീവിച്ച മലയാളികൾ അയൽ സംസ്ഥാനത്തെ സഹായിക്കാനും മറന്നില്ല. കൈമേയ് മറന്നുള്ള സഹായങ്ങൾ അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാനും മലയാളികൾ ശ്രമിച്ചു. കർണാടകയിലെ കുടകിലെ ഗുയ്യ ഗ്രാമങ്ങളിൽ പ്രളയത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ തണലായി നിന്ന സംഘടനകളിൽ ഒന്നാണ് കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TM ചാരിറ്റബിൾ ട്രസ്റ്റ്. കുടകിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി TM ചാരിറ്റബിൾ ട്രസ്റ്റുമായി നിലവിൽ 50-ലധികം സംഘടനകളാണ് കൈകോർത്തിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കൈകോർത്തിരിക്കുന്ന സംഘടനകളുടെ സംഗമം ഒക്ടോബർ 13-ാം തീയതി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. WMF കാസർഗോഡ് യൂണിറ്റിൻ്റെയും റിയാദ് ജനവേദിൻ്റെയും സംയുക്തമായി കുടക് ഡിസ്ട്രിക്റ്റിലെ ഗുഹ എന്ന സ്ഥലത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക്, ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തിലും വീട് നഷ്ടപ്പെട്ടവർക്ക് 2 വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള സ്ഥലം ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. അവിടെ വളരെ ദയനീയാവസ്ഥയിലാണ് ആ പ്രദേശങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ കണ്ടത്. അതുകൊണ്ട് WMF കാസർഗോഡ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രവർത്തകർ ഒന്നടക്കം അവിടെ പോവുകയും അത് മനസ്സിലാക്കുകയും ആ പ്രദേശങ്ങൾക്ക് ആവശ്യമായ ധനസഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ 2019 ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് 2018 വയനാട് പ്രദേശങ്ങൾ പ്രളയം വന്ന സമയത്തും കാസർഗോഡ് WMF സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഞാൻ മുഹമ്മദ് ആലമ്പാടി, അബുദാബി കാസർഗോഡ് കൂട്ടായ്മയുടെ പ്രസിഡൻ്റാണ്. പ്രളയം നാശം വിതച്ച കൊടകിൽ TM ചാരിറ്റി ചെയ്യുന്ന പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് അബുദാബി കാസർഗോഡ് കൂട്ടായ്മ ഒരു വീട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അവിടെ തുടങ്ങുന്നതായിരിക്കും. കർണാടകയിൽ പ്രളയത്തിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് കുടകിലെ ഗുയ്യ ഗ്രാമം. ഈ ഗ്രാമത്തിൽ മാത്രം 34 വീടുകളാണ് പ്രളയത്തിൽ ഒലിച്ചുപോയത്. സർക്കാർ ഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചവരാണ് പലരും. ദിവസവേതനത്തിൽ ജോലി ചെയ്ത കുടുംബം നോക്കുന്ന സാധാരണ ജനങ്ങൾ. പ്രളയബാധിതർക്കുള്ള ആവശ്യ വസ്തുക്കൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ ലഭിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അതിനപ്പുറം അവർക്ക് താമസിക്കാൻ ഒരിടം എന്ന ദൗത്യമാണ് പുനരധിവാസ പദ്ധതിയിൽ TM ചാരിറ്റബിൾ ട്രസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ക്ലബ്ബുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ സംഘടനകൾ, വ്യാപാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാമിലി ഗ്രൂപ്പുകൾ അടക്കം 54 സംഘടനകളാണ് ഈ പദ്ധതിയിൽ നിലവിൽ കൈകോർത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ നല്ല മനസ്സുകളുടെ നിരവധി സഹായങ്ങൾ കുടകിന് ലഭിച്ചു കഴിഞ്ഞു. വേൾഡ് മലയാളി ഫെഡറേഷനും ജനവേദി റിയാദും സംയുക്തമായി 2 കുടുംബങ്ങൾക്കുള്ള 6 സെന്റ് ഭൂമിക്കായി 3 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. പീസ് പബ്ലിക് സ്കൂൾ കാസർഗോഡിന്റെ വക 3 സെന്റ് ഭൂമി വാങ്ങാനുള്ള 1,65,000 രൂപയും നൽകി. അബുദാബിയിലെ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയായ അബുദാബി കാസ്ട്രോട്ടാർ കുടകിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. കുടകിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കൈകോർത്തവരുടെ മീറ്റിംഗ് ഒക്ടോബർ 13-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. കുടകിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കാസർഗോഡിലെ സംഘടനകൾ ഒന്നിച്ചു നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.